ലോകേഷ് കനകരാജ് നായകനായി പുറത്തിറങ്ങിയിരിക്കുന്ന DC മൂവി, ഇതിൻ്റെ ഡയറക്ടർ അരുൺ മാതേശ്വരനാണ്. പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറും. അതേപോലെ ഈ സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നതും അരുൺ മാതേശ്വരനും കൂടാതെ വേറെ 3 പേരും കൂടി ഉണ്ട്. അങ്ങനെ 4 പേർ ചേർന്നാണ് കഷ്ടപ്പെട്ട് കുറേ പേപ്പറുകളിലൊക്കെ കുത്തിയിരുന്ന് എഴുതി ഒരു കഥ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി സിനിമയാക്കി പുറത്തു വന്നിരിക്കുന്നത്. ഈ സിനിമ കഴിഞ്ഞ് ഇത്ര നേരം ഞാൻ കണ്ടിട്ട് ഇത്ര നേരമായിട്ടും ഈ സിനിമയിൽ എവിടെയാണ് കഥ എന്ന് എനിക്കിനി ഒരു എത്തും പിടിയുമില്ല. കാരണം ഈ സിനിമയ്ക്ക് ആകെ വേണ്ടത് ഒരു ഗൂഡ്സ് വണ്ടി നിറയെ കുറേ കത്തി, അതേപോലെ വാള്, വടിവാള്, തോട്ട, അതേപോലെ കുറേ തോക്കുകൾ, പിന്നെ ഒരു ടാങ്കർ ലോറി നിറയെ സിനിമയിൽ ബ്ലഡിനായി ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ഇതേ ഈ സിനിമയ്ക്ക് വേണ്ടതുള്ളൂ. ഇതിൽ പോയിട്ട് നായകനെ അരുൺ മാതേശ്വരൻ വളരെ നല്ലൊരു മനുഷ്യനാണ് എന്ന് ആണ് പുള്ളി പറഞ്ഞു വരുന്നത്. പക്ഷെ സിനിമ കാണുന്ന നമുക്ക് ഓരോ സീന് കടന്നു പോകുമ്പോഴും നായകൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇയാൾ എങ്ങനെയാണ് നല്ലവൻ എന്ന് പറയുക എന്ന് ആശയക്കുഴപ്പത്തിലാവുകയാണ്. കാരണം നായകൻ ഇതിൽ എത്ര പേരെ അറുത്തു എന്നുള്ളതിന് ഒരു കണക്കുമില്ല. കുറേ പേരെ കൈ വെട്ടുന്നു, കഴുത്തറുത്ത് തല തനിയെ പുറത്തേക്ക് എടുക്കുന്നു, പിന്നെ കുറേ കുത്തുന്നു, എവിടെയൊക്കെ കുത്താൻ പറ്റുമോ അവിടെയൊക്കെ പുള്ളി കുത്തുന്നു, വായ്ക്കകത്ത് കത്തിയിട്ടിട്ട് വായ കീറുന്നു. അങ്ങനെ പുള്ളി അറുക്കണമെന്ന് എവിടെയൊക്കെ പുള്ളിക്ക് തോന്നുന്നു അവിടെയൊക്കെ അറുത്തറുത്ത് മനുഷ്യരെ അങ്ങോട്ട് കൊന്നു തള്ളുകയാണ്. അപ്പം നായകൻ വളരെ നല്ലവൻ എന്നാണ് അരുൺ മാതേശ്വരൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ കുടുംബ ബന്ധങ്ങളുടെ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാനും അരുൺ മാതേശ്വരൻ ശ്രമിക്കുന്നുണ്ട് ഈ കഥയിൽ. കഥ എന്ന് പുള്ളി പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നല്ലോ അതിൽ. പക്ഷേ അത് പുള്ളി ശ്രമിച്ചാലും നായകൻ അപ്പോഴേക്കും വന്ന് വെട്ടി ഇടുകയല്ലേ ആൾക്കാരെ, അതുകൊണ്ട് അതും ഏൽക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ 2 നായികമാരുണ്ട്. അതിൽ ഒരു നായകൻ ഇത് ഇത്രയും മുടിയും വെച്ച് ഇത്രയും താടിയും വെച്ച് പരുക്കൻ വേഷത്തിൽ വന്നിട്ട് തൻ്റെ മുന്നിൽ ആരെയൊക്കെയോ പുള്ളി തല്ലുന്നത് കണ്ടതും തന്നെ നായകൻ മേലെ ഒരു ക്രഷ് വരികയാണ്. അങ്ങനെ ഒരു നായിക. ശരി, അതങ്ങനെ പോട്ടെ വെക്കാം. വേറൊരു നായികയാകട്ടെ, നായകൻ തൻ്റെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെയൊക്കെയോ കഴുത്തിൽ കത്തി വെച്ച് കറന്ന് അറുത്ത് തലയൊക്കെ എടുക്കുന്നു, അതേപോലെ കുത്തി കീറുന്നു, കൈ വെട്ടി എറിയുന്നു, കാല് വെട്ടി എറിയുന്നു. ഇതൊക്കെ കണ്ടതും ആ നായികയും നായകൻ്റെ പുറകെയായി. അപ്പോൾ ഈ സിനിമയിൽ അരുൺ മാതേശ്വരൻ പറഞ്ഞു വരുന്നത് എത്ര പേരെ അറുക്കുന്നുവോ നായകൻ അത്രയും നല്ലവനെന്നാണ് പുള്ളി പറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പടം. ഈ സിനിമയ്ക്ക് കഥാപാത്രങ്ങളായിട്ട് വേണ്ടത് കുറേ റൗഡികൾ, അതിനൊരു ലീഡറായിട്ടൊരു നായകൻ, പിന്നെ കുറേ പോലീസുകാർ, അതിനൊരു ലീഡറായിട്ട് അതും ഒരു അറുക്കുന്ന ടൈപ്പിലുള്ള ഒരു പോലീസ്. അതാണ് ഈ സിനിമയുടെ ആകെയുള്ള ഇതിവൃത്തം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നായകന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിലും വലിയ രസമാണ്. പൈസയാണോ നിനക്ക് വേണ്ടത് ചോദിച്ചിട്ട് നായിക ഒരു റോസ് പൂവ് തലയിൽ ഇടയ്ക്കിടയ്ക്ക് കുത്തിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് കയറി ചെല്ലുന്നു. അവിടുന്നൊക്കെ അവിടെ എന്ത് കാണിച്ചു എന്നറിയില്ല, ഒരു സഞ്ചി നിറയെ ലക്ഷങ്ങളും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് നായകന് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഊളക്കഥ എഴുതി വെച്ചിരിക്കുന്നു അരുൺ മാതേശ്വരൻ. ഇത് കഥ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അനിരുദ്ധിൻ്റെ ആ ഒരു BGM ആണ്. അനിരുദ്ധാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പുള്ളി നല്ല BGM കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല BGM എന്ന് പറഞ്ഞാലും പോരാ, നമുക്ക് തന്നെ ഈ സിനിമ കാണുമ്പോൾ ഈ അനിരുദ്ധിൻ്റെ മ്യൂസിക് കാരണം തന്നെ ആ ഒരു കാരണം കൊണ്ട് നായകൻ ചെയ്യുന്നതൊക്കെ നല്ലതോ എന്ന് ചിന്തിപ്പിക്കാൻ അനിരുദ്ധിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളി നായകൻ അറുത്തറുത്ത് മനുഷ്യരെ ഇടുന്ന സമയത്ത് ഒരു മ്യൂസിക് കൊടുത്തിരിക്കുന്നു, അതേപോലെ ആക്ഷൻ രംഗങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു ക്ലാസിക്കൽ മ്യൂസിക് കൊടുത്തിരിക്കുന്നു. ആ കാര്യത്തിൽ ഞാൻ അനിരുദ്ധിനെ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ അനിരുദ്ധ് ഇതൊരു നല്ല ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നെങ്കിൽ, അതായത് നല്ല ഒരു കഥയുള്ള സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായേനെ എന്ന് തോന്നിപ്പോയി. കാരണം ആ മ്യൂസിക്കൊക്കെ ഒരു
വേസ്റ്റായി എന്ന് പറയാൻ പറ്റില്ല, മ്യൂസിക് തന്നെയാണ് ഇതിൽ ടോപ്പായി നിൽക്കുന്നത്. എന്നാൽ ഈ സിനിമയുടെ ആ ഒരു ലെവല് കണ്ടിട്ട് അത് വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് പുള്ളി പരീക്ഷിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പോൾ ഈ സിനിമ ആർക്കാണ് സൂട്ടാവുക എന്ന് പറഞ്ഞാൽ വയലൻസ് മാത്രം ഞങ്ങൾക്ക് മതി. ഒരു പോത്തിറച്ചിയുടെ അല്ലെങ്കിൽ ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ വെട്ടി ഇടുന്നത് കാണുന്നത് നല്ല ത്രില്ലിംഗ് ആയിട്ട് നോക്കുന്ന ടൈപ്പിലുള്ള ആളുകൾക്ക്, അതായത് വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പക്ഷേ ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ അവർക്കും ഇത് വെറുക്കുന്ന രീതിയിലാണ് ഇതിലെ വയലൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ അത് വളരെ വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സെൻസർ ബോർഡ് അങ്ങനെ ആരും പറയണ്ട എന്ന് പറഞ്ഞിട്ട് വളരെ കർശനമായിട്ട് തന്നെ എ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ സിനിമ ആർക്ക് ഇഷ്ടപ്പെടുന്നു തന്നെ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ സിനിമ കണ്ട് പുറത്തിറങ്ങി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അത്രയും വയലൻസ് എനിക്ക് ഈ സിനിമ എവിടെയും ടച്ച് ചെയ്തില്ല. എവിടെയും ഒരു നല്ല ഭാഗം ഉള്ളതായിട്ടേ തോന്നിയില്ല. ശരിക്കും ലോകേഷ് കനകരാജിൻ്റെ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളിലൊക്കെ പുള്ളി ബോധപ്പൊരുളിന് എതിരായിട്ടാണ് പുള്ളി സിനിമകൾ എടുക്കാറ്. ലിയോ ആകട്ടെ, അതേപോലെ വിക്രം ആകട്ടെ, അതേപോലെ കൈദി ആകട്ടെ, ഇതിലൊക്കെ ബോധപ്പൊരുളിന് എതിര്, ബോധപ്പൊരുൾ എന്ന് പറഞ്ഞാൽ ലഹരി മരുന്നിന് എതിരായിട്ടാണ്. പക്ഷേ ഇതിലാണെങ്കിലോ പുള്ളി നിമിഷത്തിന് നിമിഷം എത്ര സിഗരറ്റ് വലിച്ചു എന്ന് ഒരു കണക്കുമില്ല, എത്ര കുപ്പി വെള്ളം അടിച്ചു എന്ന് ഒരു കണക്കുമില്ല. അങ്ങനെ ഒരു സിനിമയിൽ പുള്ളി ഹീറോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിന് പകരം പുള്ളി വേറെ എന്തെങ്കിലും പണി ചെയ്താൽ നന്നായേനെ.